ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റം കൊണ്ടാണ് കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തത് ചിക്കനാണ് കേട്ടോ. ചിക്കന് ഞാൻ കുറച്ച് ചെറിയ ബോൺലെസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തൊന്നും എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 150 ഗ്രാമൊക്കെ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് തൈരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് ചേർക്കാനും ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല തന്നെ കൈകൊണ്ട് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലോണം മിക്സാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഇല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ നേരെ തന്നെ ഇത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഈ ഫുള്ള് ചിക്കനും ഇട്ട് കൊടുക്കണുണ്ട്. ഇനി എല്ലാതും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒഴിക്കണ എണ്ണ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ, ഒട്ടും ചിക്കനിലേക്ക് പിടിക്കൊന്നുമില്ല. അപ്പോൾ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ട് ഞാൻ തുറന്ന് വെക്കുമ്പോഴത്തേനും ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ആവിയിൽ കിടന്ന് തന്നെ ചിക്കന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ചിക്കനൊക്കെ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ബണ്ണ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് പാവ് ബജീൻ്റെ ബണ്ണാണ്. നിങ്ങൾ മേടിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ നോർമൽ ബണ്ണില്ലേ, ബർഗറൊക്കെ ഉണ്ടാക്കുന്ന ബണ്ണ് മേടിച്ചാൽ മതി. എനിക്കിപ്പോൾ കയ്യിൽ ഇതുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത്. ഇനി ഇതിൻ്റെ പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡും യൂസ് ചെയ്യാം. ഇനി ആ ബണ്ണിൻ്റെ ഇതേപോലെ തന്നെ 2 സൈഡായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സെൻട്രലായിട്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് മയണൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതും പിന്നെ ഞാൻ കുറച്ച് ലെറ്റ്യൂസും കൂടി എടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മതി. അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി സ്ലൈസ് ആക്കിയതോ ഇല്ലെങ്കിൽ ഉള്ളി സവാള ചേർത്താലും മതി കേട്ടോ. ഇല്ലെങ്കിൽ കുക്കുംബർ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സ്ലൈസ് ബണ്ണിൻ്റെ എടുക്കുക. അതിലേക്ക് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നമ്മളുടെ ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പൊരിച്ച ചിക്കനും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലെറ്റ്യൂസിൻ്റെ ലീഫും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണ ബണ്ണിലേക്കും കൂടി കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ലെറ്റ്യൂസിൻ്റെ പകരം വേണമെങ്കിൽ കുക്കുംബറോ തക്കാളിയോ ഇല്ലെങ്കിൽ ഒനിയനും ചേർത്താലും മതി. ഇപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എല്ലാതും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല സിമ്പിളാണ്. ആ ചിക്കൻ പൊരിക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ അവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ബണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് തൊടുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് കഴിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ചൂടാക്കി എടുത്താൽ മതി. നല്ല ജ്യൂസി, അതേപോലെ നല്ല സോഫ്റ്റ് ബണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. ഈ ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ്. ഇതുപോലത്തെ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.